വളരെ മനോഹരമായ ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരു സംവിധായകനാണ് സിബി മലയിൽ. അതുപോലെ തന്നെ ഒട്ടേറെ സൂപ്പർ ഹിറ്റായ കഥകൾ നമുക്ക് സമ്മാനിച്ച ലോഹിതദാസ്. ഞാൻ പറയാൻ പോകുന്ന സിനിമ, ആ പാട്ടിൻ്റെ വരി കേട്ടാൽ തന്നെ നമുക്ക് ആ സിനിമയുടെ കഥ മനസ്സിൽ തെളിയും. അത്തരം സിനിമകൾ വളരെ കുറവാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. എന്നിരുന്നാലും MG ശ്രീകുമാർ ആലപിച്ച കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്ന മനോഹരമായ ഒരു ഗാനമുണ്ട്. രാമപുരൻ സേതുമാധവൻ എന്ന ശക്തമായ കഥാപാത്രം നമ്മുടെ പ്രിയങ്കരനായ ലാലേട്ടൻ അവതരിപ്പിക്കുകയുണ്ടായി. കീരിക്കാടൻ ജോസ് എന്ന റൗഡിയായ ശക്തമായ വില്ലൻ കഥാപാത്രം മോഹൻ രാജ് എന്ന നടൻ അനശ്വരമാക്കി. അതോടൊപ്പം തന്നെ ഹെഡ് കോൺസ്റ്റബിളായി തിലകൻ എന്ന നടനും നമുക്ക് അഭിനയ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചു. ലാലേട്ടൻ്റെ അമ്മയായി കവിയൂർ പൊന്നമ്മ, അളിയനായി ജഗതി ശ്രീകുമാർ, ജഗദീഷ്, മണിയംപിള്ള രാജു തുടങ്ങി ഒരു നീണ്ട താരനിര തന്നെ ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നു. പോലീസ് SI ആയി നമ്മുടെ മുരളി ചേട്ടനും അഭിനയിച്ചിരുന്നു ഈ സിനിമയിൽ. SI സെലക്ഷൻ കിട്ടിയ തനിക്ക് തൻ്റെ ഹെഡ് കോൺസ്റ്റബിളായ അച്ഛൻ തെരുവിൽ കീരിക്കാടൻ ജോസ് എന്ന തെരുവ് ഗുണ്ടയുടെ അടി കൊണ്ടു വീഴുന്ന സാഹചര്യത്തിൽ ഈ പ്രശ്നത്തിലേക്ക് ഇടപെടേണ്ടി വന്നു. അങ്ങനെ മോഹൻ രാജ് എന്ന നടൻ അവതരിപ്പിച്ച കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രത്തെ ഏറ്റുമുട്ടി ജയിലിൽ പോകേണ്ടി വന്നു. കീരിക്കാടൻ ജോസിനെ കൊന്നുകൊണ്ടാണ് നമ്മുടെ ലാലേട്ടൻ ജയിലിൽ പോകുന്നത്. അതോടൊപ്പം തന്നെ പാർവതി എന്ന നടിയും ശങ്കരാടി എന്ന സ്വഭാവ നടനും ഒക്കെ അനശ്വരമാക്കിയ ഒരു സിനിമ കൂടിയാണ് ഈ ചിത്രം. ഈ ചിത്രത്തിൽ ഒരിക്കലും മലയാളി മറക്കാത്ത ഒരു ഗാനമാണ് ഞാൻ പറഞ്ഞ കണ്ണീർ പൂവിൻ്റെ എന്ന് തുടങ്ങുന്ന ഗാനം. ഇതിൻ്റെ 4 വരി നമുക്ക് കേൾക്കാം. ഉണ്ണിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി 1000 കൈ നീട്ടി നിന്നു സൂര്യതാപമായി താതൻ്റെ ശോകം വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിഞ്ഞു കഥനങ്ങളിൽ തുണയാകുവാൻ വെറുതെയൊരുങ്ങുന്നു മൗനം ദൂരെ പുള്ളോർക്കുടം പോലെ തേങ്ങി കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു ദൂരെ പുള്ളോർക്കുടം പോലെ തേങ്ങി കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി. ഇതിൻ്റെ 2ാം ഭാഗം ഇറങ്ങി. ആ സിനിമയുടെ പേരെന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാമോ? അതിലെ ഒരു സൂപ്പർ ഹിറ്റ് ഗാനമുണ്ട് ഇതുപോലെ. ആ ഗാനം ഏതാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക.